നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചും നമ്മൾ അറിയുന്ന മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഫ്ലവേഴ്സ് അണിയിച്ചൊരുക്കുന്ന ദൃശ്യാനുഭവം. ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, വിജ്ഞാനവും വിനോദവും സമന്വയിക്കുന്ന ഈ പരിപാടിയിൽ 6 റൗണ്ടുകളുണ്ട്. ഒരുപാട് റൗണ്ടുകളെ കുറിച്ച് സംസാരിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നേരിട്ട് അംഗത്തിലേക്ക്. സ്മാർട്ടായവർ മാത്രം ഏറ്റുമുട്ടുന്ന ഈ വേദിയിലേക്ക് ഇന്ന് ആരായിരിക്കും കടന്നു വരിക? നിങ്ങൾക്കെല്ലാം അറിയുന്ന ചലച്ചിത്ര താരം മാളവിക നായർ, കൂടെ ഹാഫീസും വേദിയിലേക്ക്. മാളവിക കുറച്ചധികം കാലമായി കണ്ടിട്ട്. ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ തൃശ്ശൂർ തന്നെ ഉണ്ട്. മാളവിക ഇപ്പം ഏത് കോഴ്സിനാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ 10th കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ മൂവിയിലൊക്കെ സജീവമാണോ? ഇപ്പൊ ഒരു ഫിലിം ചെയ്തു കഴിഞ്ഞു. ഏത് ഫിലിമാണ് അത്? അക്കൽ ദാമയിലെ പെണ്ണ് എന്നാണ്. അക്കൽ ദാമയിലെ പെണ്ണ്. അതെ. ഓക്കെ. അത് ഈ മെയ് അവസാനം കൂടി റിലീസ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഈ ബാലതാരത്തിൽ നിന്ന് പ്രൊമോഷൻ തന്നവര് മെയിൻ ക്യാരക്ടറാണ്, നായിക പ്രാധാന്യമുള്ള ചിത്രം. എങ്ങനെയാ നമ്മളുടെ ഒരു ഐഡിയ എങ്ങനെയാ? ഇനിയിപ്പം നമ്മളിനി ബാലതാരം വിട്ടല്ലോ നമ്മള് ഫിലിമിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ആണല്ലേ? അത് സാധാരണ ഈ ബാലതാരമൊക്കെ വരുന്നവർ കുറച്ച് ഇടവേള എടുക്കും. ഇടവേള എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് നായികയായിട്ട് പ്രത്യക്ഷപ്പെടും. ഇപ്പൊ സ്റ്റഡീസ് ആണ് നോക്കി. അതെ, പഠനത്തിൽ കേന്ദ്രീകരിക്കുക. അതെ, അത് നല്ല സ്ക്രിപ്റ്റ്സ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഓഫീസ് എവിടെയുണ്ട് ഇപ്പോൾ? ഞാനിപ്പോൾ തൃശ്ശൂരുണ്ട്. ഓഫീസ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ +2 കഴിഞ്ഞപ്പോൾ ഖത്തറിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഖത്തറിന് പോകണം? ഖത്തറിൽ വന്നോളൂ. ഖത്തറിലാണോ +2? അതെ 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 അതെ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ തിരിച്ചങ്ങോട്ട് പോകുമോ? ഇല്ല, ഇവിടെ തന്നെ കോളേജ് എവിടെയെങ്കിലൊക്കെ നോക്കാം. ഇവിടുത്തെ കോളേജിൽ നോക്കാം. ഖത്തറിലെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? ഖത്തറ കോളേജ് മോശമില്ല. ഖത്തറിലെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. സിനിമയൊക്കെ കാണുമായിരുന്നോ? പിന്നെ മാളവികയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? ബാലതാരായിരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ മോളെ ഒരു കാര്യം ചെയ്യ്. മോളെ ഓടാൻ തയ്യാറായി വന്നിരിക്കുന്ന ആരാ ഇതിനകത്ത്? ആരോഗ്യമുള്ള ആള് ഓഫീസല്ലേ? താങ്കൾ ഇങ്ങോട്ട് പോവാ, മോൾ അവിടെ ഉണ്ട്. ഇനി വേദിയിലേക്ക് വരുന്നു നിങ്ങൾക്കെല്ലാം പരിചിതനായ പ്രശസ്ത നടൻ രജിത് മേനോനും കൂടെ നടനും സുഹൃത്തുമായ മിഥുനും. ഹായ് രജിത്. ഹായ് മിഥുൻ. മിഥുനെ കണ്ടും കുറച്ചു കാലമായി. അതിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടോണ്ടിരിക്കുന്നത്. മിഥുനിപ്പോ സിനിമയിൽ സജീവമാണോ? അതെ അതെ, ഞാൻ ഇപ്പോ ലാസ്റ്റ് ചെയ്ത ബഡി എന്ന് പറഞ്ഞ മൂവിയാണ് അനുവേന്റെ കൂടെ. അതിനുശേഷം ഇപ്പൊ ചെയ്യുന്ന ഞാൻ ഇപ്പോ എന്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ചെയ്തു. എവിടെയായിരുന്നു അത്? ഞാൻ ആദിശങ്കര എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്. ഏതായിരുന്നു മെയിൻ എടുത്തിരുന്നത്? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. യാത്ര എങ്ങോട്ടാ? സാങ്കേതിക രംഗത്തേക്കോ ചലച്ചിത്രത്തിലേക്കോ? ചലച്ചിത്ര രംഗത്ത് ഉണ്ടാവും, ബട്ട് സാങ്കേതികത ഒട്ടും വിടില്ല. അത് ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ കലയാണല്ലോ. അല്ല, രണ്ടും വിടാതെ ഏതെങ്കിലും ഒരു വെള്ളത്തിൽ കാലി ഔട്ട് മനുഷ്യ. അതെ, രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. MBA കഴിഞ്ഞു. വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തൽക്കാലം ഈ വെള്ളത്തിൽ ആ വെള്ളം തള്ളി വിട്ടില്ലേ? ആ വെള്ളത്തിന്റെ പോക്കും. MBA കഴിഞ്ഞായിരുന്നു അല്ലേ? ബിടെക് കഴിഞ്ഞു. ബിടെക് കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിയാ. അത് കാണാൻ ബുദ്ധി. അയ്യോ, അത് മറന്നുപോയി. രജിതിന് ഈ ബുദ്ധി കാരണം നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായോ? എന്താ പ്രശ്നം വെച്ചാലേ, ഇപ്പൊ ഇവിടെ വെച്ച് ഇത് പറഞ്ഞതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. സാറ് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ലളിതമായ ക്വസ്റ്റ്യൻസ്. ഉത്തരം ലേശം ഒന്ന് അതാണ് എന്റെ പ്രശ്നം. വളരെ ലളിതമാണ്. അത് ഞങ്ങൾ വരുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതായിരുന്നു. അതായത് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പ്ലാനിങ്ങിന് ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞാലല്ലേ പോവാൻ പറ്റൂ. അതാണ് പ്രശ്നം. രജിത്തിന്റെ കരിയറിനെ കുറിച്ച് ഗോൾ വഴി വന്നു. ഇപ്പോ ഗോൾ ഇപ്പൊ തൽക്കാലം കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒന്ന് അന്യഭാഷകളിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഭാഷയിൽ രജിത്ത് ചെയ്യുന്നു? ഞാൻ ഹിന്ദി മൂവി കഴിഞ്ഞു. അത് റിലീസിന് ഒരുങ്ങുന്നു. തെലുങ്ക് 2 സിനിമ കഴിഞ്ഞു, അതും റിലീസ്. ഒരു നാഷണൽ സൂപ്പർ സ്റ്റാർ ആകാനുള്ള ഒരു എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഹിന്ദി പഠിച്ച് ഹിന്ദിയിൽ ഇന്റർവ്യൂ എടുക്കേണ്ടി വരും. ഇല്ല, എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് അന്യഭാഷകൾ ചെയ്യാൻ പറ്റി. നല്ല സിനിമകൾ തന്നെ ചെയ്യാൻ പറ്റി. തമിഴിലും വിക്രമൻ സാറിനൊപ്പം ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോ അതുകൊണ്ടാണ് മലയാളത്തിൽ രജിത്ത് പോകുന്നതിന്റെ ഒരു കാരണം ഞാൻ പറയട്ടെ. എന്താണ് സാർ? താങ്കൾക്ക് ഒരു മലയാളി ലുക്ക് ഇല്ല.
അതെ, കുറച്ച് ബോളിവുഡ് ലുക്ക് കൂടിപ്പോയി. Thank അതുകൊണ്ട് you. ഇനി മലയാളത്തിൽ ആരും എടുക്കണ്ട. അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ സൗന്ദര്യ ഒരു ശാപമായി. അതെ, പക്ഷേ സാർ ഒരു കാര്യമുണ്ട്. എന്താ മലയാളത്തിൽ നിന്ന് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലീറ്റസ് കഴിഞ്ഞിട്ട് ഈ അന്യഭാഷ ചെയ്ത കാരണം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ പക്ഷെ എനിക്കിപ്പോ വളരെയധികം സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ടിവിയുടെ തന്നെ സ്റ്റാർ ചലഞ്ചിലാണ് വീണ്ടും ആൾക്കാർ കുറെ പേര് എന്താ പറയാ, രജിത അതിനകത്ത് ഒരു സജീവ കഥാപാത്രമല്ലേ? അതെ, സജീവ കഥാപാത്രമാണ്. പാറ്റ വരെ കഴിച്ച് ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ആ പാറ്റ കഴിച്ചൊരു കൈ. ഓ, ആ പാറ്റ വളരെ ഇത്രയും ആസ്വാദ്യകരമായിട്ട് കഴിച്ച ലോകത്തിലെ ആദ്യത്തെ നടൻ രജിത്തായിരിക്കും. അത് തീർച്ചയായും. അപ്പൊ അതിന് സാറിനോടും ഒരു പ്രത്യേക നന്ദി. വളരെ സന്തോഷം. ഓക്കെ, അതെന്തായാലും വളരെ നന്നായി. രജിത്ത് നല്ല പ്രകടനമായിരുന്നു. എന്താ പാറ്റയെ തിന്നുന്നത്? ഞാൻ ഓരോ പാറ്റയെ കാണുമ്പോൾ രജിത്ത് മേനെ ഓർത്തോണ്ടിരിക്കും. ഇപ്പൊ ബാബുക്ക അന്നാ പറഞ്ഞതാണ്, എനിക്ക് കല്യാണം നടക്കുമ്പോൾ ശ്രീധനായിട്ട് കുറെ പാറ്റേനെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ രജിത്ത്, ഇറ്റ് വാസ് ഗ്രേറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മിഥുൻ. അപ്പൊ മിഥുൻ ഈ വഴിക്ക് പോവാം. അതെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ആദ്യത്തെ റൗണ്ട് വെൽക്കം റൗണ്ട്. ഇനി പറയാൻ പോകുന്ന ഫലങ്ങളിൽ കീടനാശിനി ഉപയോഗിക്കാത്ത ഫലം ഏതാണ്? ഓപ്ഷൻ എ മുന്തിരി, ഓപ്ഷൻ ബി നേന്ത്രപ്പഴം, ഓപ്ഷൻ സി ചക്ക, ഓപ്ഷൻ ഡി സ്ട്രോബെറി. ഏതാണ്? ചക്ക. മാളവിക ചക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. മാളവിക തുടക്കത്തിലെ ഒരു പിഴവ് പറ്റിയെന്ന് തോന്നുന്നു. ചക്കയാണോ? ചക്കയായിരിക്കും. വീട്ടിൽ പ്ലാവുണ്ടോ? പ്ലാവ്? ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റിൽ പ്ലാവില്ല. അതൊരു സത്യം ആണ്. അപ്പോ ചക്കയാണെന്ന് ഗസ് ചെയ്തു. ചക്കയാണെന്ന് ഗസ് ചെയ്തു. അപ്പോൾ തുടക്കമേ പ്രശ്നമായി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രശ്നം. അപ്പോൾ പ്രേക്ഷകരെ നിങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മാളവിക പറഞ്ഞ ഉത്തരം ശരിയാണ്. മാളവിക ലോകത്തിലെ ഏറ്റവും വലിയ ഫലവർഗമാണ് ചക്ക. അതിനകത്ത് കീടനാശിനിയുടെ പ്രയോഗമൊന്നും നടക്കത്തില്ല. കീടനാശിനി ഉപയോഗിക്കാത്ത ഫലവർഗം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്, നമ്മുടെ ചക്ക. അപ്പോൾ ഈ ചക്ക എന്ന ഉത്തരം പറഞ്ഞ അതിനെ 10 സെക്കൻഡിനുള്ളിൽ ഒരു ചെറിയ പരിപാടി കാണിച്ചാൽ കുറേ അധികം സമ്മാനങ്ങൾ അടിച്ചു മാറ്റാം. വരൂ അബീസ്. ഖത്തറിലൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളെയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്. ഖത്തർ കഹാ ഹേ? ഗൾഫ്. അപ്പോൾ ഈ നാട്ടിൽ മൊത്തം ഹിന്ദി ആയിട്ട് ഹിന്ദി ചോദിച്ചതാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ 10 സെക്കൻഡിനുള്ളിൽ ഈ മഹാനിലവറയ്ക്കകത്ത് കടന്ന് താങ്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പെറുക്കി പുറത്തു വരാം. 1 കോടിയിലധികം രൂപയിലേക്കുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അവിടെ പോയാൽ എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ അവിടെ ഒരു സുന്ദരി നിൽപ്പുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ 10 സെക്കൻഡ്സിനകത്ത് കൈ നിറയെ ഗിഫ്റ്റ് സ്വന്തമാക്കാം എന്നുള്ളതാണ് ഈ ടാസ്കിന്റെ സ്പെഷ്യാലിറ്റി. ചെയ്യേണ്ടത് ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കുക. എന്നിട്ട് ഈ നിലവറയ്ക്കകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഗിഫ്റ്റ്സ് എടുക്കാം. ബട്ട് 1 കണ്ടീഷൻ, ഗിഫ്റ്റ്സ് യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്നതായിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് 10 സെക്കൻഡ്സിനകത്ത് ഡോർ അടയുന്നതിന് മുമ്പ് ഈ ഗിഫ്റ്റ്സ് എടുത്ത് പുറത്തു കടക്കുക വേണം. എന്നാലേ ഗിഫ്റ്റ് സ്വന്തമാകുകയുള്ളൂ. Now your time starts. Okay. ഓടിക്കോ, ആദ്യം baton, പിന്നെ gifts. ഇഷ്ടമുള്ളത്ര എടുത്തോ. 10 seconds കൊണ്ട് ഡോർ ക്ലോസ് ആവുന്നതിന് മുമ്പ് അവിടെയൊക്കെ ഇരിക്കും. എത്ര വേണമെങ്കിലും എടുത്തോ. എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഇപ്പൊ ക്ലോസ് ആവും. രക്ഷപ്പെട്ടോ, കൂടുതലാക്കണം വേണ്ട. എന്തായാലും ഞാൻ കരുതി എന്തറിയുമോ, മിക്കവാറും എല്ലായിടത്തും പുറത്തോട്ട് ഇട്ടിട്ട് എല്ലാം പറക്കി കൊണ്ടുപോകും. ഇതൊരു ഖത്തർ മോഡലായി. ഓക്കെ, അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ വെക്കാം, സൈഡിൽ വെക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2ാമത്തെ ചോദ്യം. ഇംഗ്ലീഷ് മാസത്തിലെ 9ാമത്തെ മാസം ഏതാണ്? ഓപ്ഷൻ പറഞ്ഞില്ല. ഓപ്ഷൻ എ സെപ്റ്റംബർ, ഓപ്ഷൻ ബി ഒക്ടോബർ, ഓപ്ഷൻ സി ഓഗസ്റ്റ്, ഓപ്ഷൻ ഡി ജൂലൈ. എന്താണ് രജിത്ത്? ഇംഗ്ലീഷ് മാസത്തിലെ 9ാം സെപ്റ്റംബർ. ഓപ്ഷൻ എ സെപ്റ്റംബർ. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ കൂട്ടാനുണ്ടോ? കണക്ക് കൂട്ടി MBA-കാരന്റെ കണക്ക് തെറ്റിയോ? സെപ്റ്റംബർ കണക്ക് തെറ്റിയോ? എനിക്കൊരു സംശയം. കണക്ക് തെറ്റി. ഇല്ല. ഒന്ന് കൂട്ടി നോക്കണം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഇങ്ങനെ ടെൻഷൻ കണക്ക് തെറ്റിയോ? കണക്ക് തെറ്റിയോ? MBA കണക്ക് തെറ്റിയോ? ബിസിനസ് അഡ്മിഷന്റെ മാസ്റ്റർ ഇതല്ലേ അത്? സംഭവമൊക്കെ ശരിയാണ്. ഇപ്പൊ കണക്ക് ആ ഉത്തരത്തിൽ രജിത്ത് ഉറച്ചു നിൽക്കുന്നു. ഇനിയിപ്പോ മാറ്റാൻ പറ്റില്ലല്ലോ. അതന്നെ സെപ്റ്റംബർ. രജിത്തിന്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ല. ആ പാറ്റെത്തുന്ന മനസ്സിനെ എങ്ങനെ മനസ്സ് മാറ്റിക്കും അല്ലേ? കോൺഫിഡൻസ്. രജിത് മേനോൻ പറഞ്ഞ ഉത്തരം
ശരിയാണ്. ഓ 9ാമത്തെ മാസം സെപ്റ്റംബർ ആണ്. അപ്പോ ഒരു കാര്യം ചെയ്യാ, രജിത്തിന്റെ സുഹൃത്ത് വരൂ. ആ ഇതിനെ രജിത്തിന്റെ സുഹൃത്ത് വരൂ. മിഥുൻ, 10 സെക്കൻഡ് സമയം ലഭിക്കും. ബാക്കി സഹോദരി പറയും. കുറച്ച് സമയത്തിനുള്ളിൽ കുറേ ഗിഫ്റ്റ്സ്, അതാണ് ഈ ടാസ്കിന്റെ സ്പെഷ്യാലിറ്റി. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് ഇഷ്ടമല്ലാത്ത യെല്ലോ റിബൺസ് വെച്ച് കെട്ടിയ ഗിഫ്റ്റ്സ് ഇതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പുറത്ത് കടക്കുക, ഡോർ അടയുന്നതിന് മുമ്പ്. Now your time start. ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക എല്ലാവരും. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ അവിടെ? ലാസ്റ്റ് എടുത്തതിന് കുറച്ച് വെയിറ്റ് കൂടി പോയി. അപ്പം വെൽക്കം റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മാളവിക പാട്ട് പാടുവോ? രജിത് മേനോൻ പാട്ട് പാടുവോ? ഇല്ല, ഞാൻ ഞങ്ങൾ 2 തൃശ്ശൂരാരാണ്. അപ്പൊ ഒരു തൃശ്ശൂരാരി അല്ല, പാടില്ല. നിങ്ങൾ 2 തൃശ്ശൂർക്കാരുടെ പാടിയല്ലേ കേൾക്കുമ്പോൾ ഒരു രസം. അല്ല അത് ഞാൻ പാടിയത് അത്ര രസം ഉണ്ടാവില്ല. എന്റെ കൂടെ ജോയിൻ കൂടെ പാടൂല, കൂടെ പാടും. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിറങ്ങണൊരൂര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് തറയേഴ് മുട്ടക്ക് പേര്, കാണണമെങ്കിൽ കാണണം കടി തൃശ്ശിവ പേരൂര്. ഓക്കെ, മാളവികയുടെ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പുതിയ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ധ്യാൻചന്ദ് ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്? ഓപ്ഷൻ എ ഗുസ്തി, ഓപ്ഷൻ ബി കബഡി, ഓപ്ഷൻ സി ഹോക്കി, ഓപ്ഷൻ ഡി ഷൂട്ടിംഗ്. താങ്കൾ ഒരു സ്പോർട്സ് താരമാണ്. സ്പോർട്സ് താരാണ്. അല്ല സ്പോർട്സ് എല്ലാ ഗെയിംസും കളിക്കും. മോർ ഓഫ് എന്താ പറയാ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. ധ്യാൻചന്ദ് പ്രതിനിധീകരിച്ച് ചെയ്തില്ല. ഡി ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ ധ്യാൻചന്ദിന്റെ? ഞാൻ അവാർഡ് കിട്ടിയ മെഡൽ കിട്ടിയ സമയത്ത് അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അതല്ലാതെ കണ്ടിട്ടില്ല. ധ്യാൻചന്ദിന് ഷൂട്ടിങ്ങിൽ മെഡൽ കിട്ടിയപ്പോഴാണ് രജിത്ത് കണ്ടത്. രജിത് മേനോന്റെ ആത്മവിശ്വാസത്തിന്റെ റേറ്റിംഗ് എങ്ങനെയാ? പൊതുവെ കുറവാണ്. അല്ല മോശമാണോ? അല്ല ഇത് ഉത്തരത്തിന് മാത്രമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ചോദ്യം കൃത്യം ഞാൻ ചോദിച്ചായിരുന്നു. മാളവിക, ഈ ചോദ്യത്തിന് ഉത്തരം ശരിയായിരിക്കും. ധ്യാൻചന്ദ് പ്രതികരിക്കുന്നത് ഷൂട്ടിങ്ങിനെയാണെന്നാണ് രജിത് മേനോൻ പറയുന്നത്. എങ്കിൽ 2 പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും അല്ലേ? അതല്ലേ കുറച്ച് എളുപ്പമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് അപ്പൊ എന്തായാലും താങ്കൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് ഒരു തെറ്റ് പറഞ്ഞു. ധ്യാൻചന്ദ് പ്രതിനിധീകരിച്ച കായിക ഇനം ഹോക്കിയാണ്. ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികനാണ് ധ്യാൻചന്ദ്. മാത്രമല്ല അദ്ദേഹം മെഡൽ വാങ്ങുന്നത് ടെലിവിഷനിൽ കൈയായി. എവിടെയെങ്കിലും ഇരുന്ന് ധ്യാൻചന്ദ് കാണാൻ ഇത് കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ. പക്ഷെ അൺഫോർച്യൂനേറ്റ്ലി അദ്ദേഹം മരിച്ചുപോയി. ധ്യാൻചന്ദ് മരിച്ചു. അപ്പൊ ധ്യാൻചന്ദ് ജർമ്മൻ ആർമിയിലേക്ക്, ഹിറ്റ്ലർ പട്ടാളത്തിലേക്ക് വിളിച്ച ആളാണ് ധ്യാൻചന്ദ്. അപ്പൊ കുഴപ്പമില്ല, ഇന്ത്യയെ പ്രതികരിച്ച ഹോക്കി താരമാണ് ധ്യാൻചന്ദ്. അപ്പൊ ഇനിയിപ്പോ രജിത് മേനോന്റെ MBA ഇടയിൽ ഇത് നഷ്ടപ്പെടില്ല, സിനിമാ അഭിനയത്തിന്റെ തിരക്കിനിടയിൽ നഷ്ടപ്പെടില്ല. ധ്യാൻചന്ദ് മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ തീക്കൊള്ളി ഉണ്ട്. ഇന്ത്യൻ ഹോക്കി പ്രതികരിച്ച മാന്ത്രിക താരമായിരുന്നു, ഹോക്കി മാന്ത്രികനായിരുന്നു ധ്യാൻചന്ദ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റൗണ്ട് അവസാനിക്കുന്നു. നമ്മൾ ഇതിലും രസകരമായ ഒരു റൗണ്ടിലേക്ക് കടക്കുന്നു. അടുത്ത റൗണ്ട് ദൃശ്യം റൗണ്ട്. ഈ റൗണ്ടിലേക്ക് കടക്കും മുമ്പ് മാളവികയോട് ഒരു സ്വകാര്യ ചോദ്യം ചോദിക്കട്ടെ. സാധാരണ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മുടി വെട്ടിക്കളഞ്ഞ് ബോബ് ചെയ്ത് നല്ല ആമ്പിള്ളേരെ വിട്ട് നടക്കുന്ന കാലമാണ്, അതിൻ്റെ ഒരു സമയമാണ്. മോള് മാത്രം ഇങ്ങനെ മുടിയൊക്കെ വളർത്താൻ തീരുമാനിച്ച കാര്യം എന്താ? എന്റെ വീട്ടിലാരും വെട്ടാൻ സമ്മതിക്കില്ല. അതാരാണ് അവിടുത്തെ ഒരു മുടിയുടെ ശത്രു? ആരാണ്? എന്റെ ഡാഡി, മുത്തശ്ശൻ, അച്ഛൻ, അമ്മ, ഇവരെല്ലാം മുടിയുടെ ആരാധകരാണ്. അതെ. അപ്പൊ ഇത്രയും മുടി കൊണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല, 2 ഭാഗം മെടഞ്ഞിട്ടിട്ട് കട്ട് ചെയ്തിട്ട്. ബാക്കിയുള്ളവരുടെ സ്കോറിംഗ് എങ്ങനെയാ? ഇത്രയും എന്താ ഉണ്ടാവില്ല. റിയലി പക്ഷെ ഞാനിത് അപ്രീഷിയേറ്റ് ചെയ്തു. മുടിയുടെ കാര്യത്തിൽ സ്മാർട്ട് ആയിക്കോളൂ, ബി സ്മാർട്ട്. ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ് ഇത്.
வழி தெரியலப்பா. நான் பிறந்ததுல இருந்து என்னோட ஒட்டிட்டு இருந்த பாவத்தை அழிக்க வேற வழி தெரியலப்பா. பாவம் எல்லாம் என்னோட போகட்டும், பொறுக்கிறதாவது நல்லபடியா பொறுக்கணும்னுதான் ഒരു പോലീസ് ഓഫീസറെ കല്യാണം பண்ணிக்கிட்டேன். ഇതിന് ഓപ്ഷൻ ഇല്ല. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആര് എന്നാണ് എന്റെ ചോദ്യം. ചിത്രം ഏതാണെന്ന് മനസ്സിലായോ? നായകൻ നായകൻ മണിരത്നം. അതിൽ സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? മണിരത്നം. മണിരത്നം. അതിൽ സംശയം ഒരു സംശയമില്ല. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം ആരോട് ചോദിച്ചാലും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കമൽഹാസന് ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല 15 ചിത്രങ്ങൾ എടുത്താൽ അതിലൊരു ചിത്രം തന്നെയാണ് നായകൻ. മാത്രമല്ല ഒരു മുംബൈയിലെ ഒരു അധോലോക നായകന്റെ ജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹം എടുത്തിട്ടുള്ള ചിത്രമാണ്. അതിനെക്കുറിച്ച് ഒരു കഥയും കേട്ടിട്ടുണ്ട്. ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ അവസാനം ഈ അധോലോക നായകനെ തന്നെ കമൽഹാസൻ വരുത്തി ഈ ചിത്രം കാണിച്ചു. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇദ്ദേഹത്തിനെ കൊല്ലുകയാണെങ്കിൽ വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഈ കഥാപാത്രത്തിന് എന്ത് സംഭവിക്കണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാണ് പറഞ്ഞത്. കമൽഹാസനോട് ഷൂട്ട് പണ്ണാൻ പറഞ്ഞു. ആ ക്യാരക്ടർ നീ ഷൂട്ട് പണ്ടാന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. എന്തായാലും നായകൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് മണിരത്നമാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് സമയം ലഭിക്കും. 20 സെക്കൻഡ് കൊണ്ട് ഒരുപാട് മിഥുൻ 20 സെക്കൻഡ് ലഭിക്കും. എന്റെ കൈ പിടിച്ചു കുലുക്കി കൈ ഒടിഞ്ഞു. ആഞ്ഞ ബോഡി തന്നെ എന്തായാലും കേട്ടോ. 20 സെക്കൻഡ്. ഇവിടെ ഇരിക്കുന്ന ഗ്രീൻ റാപ്പറിൽ പൊതിഞ്ഞ ഒരു എക്സൈറ്റിംഗ് ഗിഫ്റ്റ് നേടാനുള്ള ചാൻസ് ആണിത്. ഇതിന് ചെയ്യേണ്ടത് ഒരു സിമ്പിൾ ടാസ്ക് ആണ്. ഇവിടെ ഒരു റാക്കറ്റ് ഉണ്ട്, ഇവിടെ കുറെ കോർക്സ് വെച്ചിട്ടുണ്ട്, ഷട്ടിൽ കോർക്സ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു വൈറ്റ് സ്പോട്ടും ഉണ്ട്. ഈ വൈറ്റ് സ്പോട്ടിൽ വന്ന് നിന്നിട്ട് ഈ റാക്കറ്റ് വെച്ച് ഈ കോക്ക് ഇങ്ങനെ തട്ടി അതുപോലെ ആ വട്ട സംഭവത്തിനകത്ത് വീഴ്ത്തണം. മിനിമം 3 അങ്ങനെ വീഴ്ത്തിയിട്ട് ഗിഫ്റ്റ് എടുത്ത് പുറത്ത് കടന്നാൽ, അതായത് ഗ്രീൻ റാപ്പർ വെച്ച് പൊതിഞ്ഞ ഗിഫ്റ്റ് എടുത്ത് പുറത്ത് കടന്നാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. വേഗം വന്നോളൂ. Now your time start. Yeah. ഓടി വന്ന ആദ്യം ബാറ്റ്. സർവ് ചെയ്യുന്ന കണ്ടപ്പോൾ നന്നായിട്ട് കളി അറിയാവുന്ന ആളാന്ന് മനസ്സിലായി അല്ലേ? എനിക്ക് മനസ്സിലായി. അറിയാത്ത കളി ഏതാന്നാ ഇനി അന്വേഷണം. ഓക്കെ, താങ്ക് യു. ദൃശ്യം റൗണ്ടിലെ അടുത്ത ചോദ്യം ഇതാണ്. നിങ്ങൾ മോട്ടർ ശ്രദ്ധിക്കൂ. അവിടെ ഒരു നിശ്ചല ചിത്രം കാണാം. നമ്മുടെ മലയാള സിനിമയിൽ നാഴികക്കല്ലായി മാറിയ ചില ചിത്രങ്ങൾ നിർമ്മിച്ച ഒരാളാണിത്. ഈ ചിത്രത്തിൽ കണ്ടത് ആരാണ് ഈ വ്യക്തി? എനിക്കറിയാമെന്ന് തോന്നുന്നു. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ. അതല്ലെങ്കിൽ മെയിനായി സംവിധായകനാണ്. അദ്ദേഹത്തിന് നിർമ്മാതാവിന്റെ മേലങ്കി കൊടുക്കുന്ന ഒരിക്കലും ശരിയല്ല. എന്താ പറയാ, ഒരു ഗസ്സാണ്. എന്തായാലും ഞാൻ പറയാം. അല്ല, പറയണ്ടോ? എങ്കിൽ ഞാൻ ഒരു ഗസ് പറയാം. ജോൺ അബ്രഹാം. ജോൺ അബ്രഹാമിന്റെ പടം ആദ്യമായിട്ട് കാണുവാണോ? ജോണിന്റെ പടമാണോ അത്? എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സത്യം പറച്ച കണ്ടിട്ടില്ല. പക്ഷെ എവിടെയോ ഒരു കണ്ട ഒരു ഓർമ്മ വെച്ചിട്ട് അദ്ദേഹം ഗസ്സാണ്. ഏതാ? അഗ്രഹാരത്തിൽ കഴുത പോലുള്ള അഗ്രഹാരത്തിൽ കഴുത കണ്ടിട്ടുണ്ട്. അമ്മ അറിയാൻ കണ്ടിട്ടുണ്ട്. അമ്മ അറിയാൻ ഇങ്ങനെയൊക്കെയുള്ള അത് ആ സിനിമ എഴുതിയ എടുത്ത ജോൺ അബ്രഹാം ആണ് ഇതെന്നാണ് താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ ഗസ് വർക്ക് നടത്തുമ്പോൾ തെറ്റിപ്പോകുന്നത് സാധാരണമാണ്. വളരെ സാധാരണയായിരിക്കും. വളരെ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ജോൺ അബ്രഹാം ആണെന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായി. താങ്കളെ പോലെ ചലച്ചിത്രകാരന് ശരിക്കും അറിയേണ്ട ഒരാളാണത്. എന്തായാലും എനിക്കത് ഒരു സങ്കടമായി. പക്ഷേ അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഗെയിം ഷോയിൽ നമ്മൾ സ്മാർട്ട് ആൻഡ് ശ്രമിക്കുന്നതിൽ ഈ യാത്രക്കിടെ നമുക്ക് പിഴവുകൾ പറ്റുന്നിരിക്കും. ജോൺ അബ്രഹാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞ ഉത്തരം ശരിയാണ്. ജോൺ അബ്രഹാമാണ്. ജോൺ അബ്രഹാം ചിത്രമാണ്. അദ്ദേഹം മലയാളിക്ക് അന്യമായ ഒരു ചലച്ചിത്ര സൗന്ദര്യശാസ്ത്രം കരുപിടിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവിധമായ മാമൂലികളിൽ നിന്ന് അകന്നുപോയ ഒരു ചലച്ചിത്ര സംവിധായകനാണ്. ഒഡേസ മൂവീസ് എന്ന അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയിലൂടെ പരസ്യമായ കളക്ഷനിലൂടെ സിനിമ പിടിക്കാമെന്ന് കണ്ടുപിടിച്ച ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം അമ്മ അറിയാന്നുള്ള സിനിമ എടുത്തത്. അതോ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ മലയാള സിനിമയ്ക്കാവില്ല. അപ്പോൾ രജിത്ത് പറഞ്ഞ ഉത്തരം ശരിയാണ്. 20 സെക്കൻഡ് ഈ മാന്ത്രിക വടിയിലുണ്ട്. മിഥുൻ,
മിഥുന് നല്ല സമയമാകട്ടെ. അതെ അതെ, ഓടി കളിക്കാം. ബെസ്റ്റ് ടൈം ആകട്ടെ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ നിലവറക്കാരി എന്താ പറയുന്നത്? 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് പിക്ക് ദ ബോൾ. ഇവിടെ കുറേ ടെന്നീസ് ബോൾസ് വെച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 17. ഇവിടെ കാണാം 2 റെഡ് ബോൾസ് കൊണ്ട് ബാക്കിയെല്ലാം യെല്ലോ ആണ്. ഇതിനകത്തോട്ട് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് കയറ്റണം. അതായത് ആദ്യം കയറ്റുന്നതും റെഡ് ബോൾ ആയിരിക്കണം, ഏറ്റവും അവസാനം വരുന്നതും റെഡ് ബോൾ ആയിരിക്കണം. അതായത് ഇങ്ങനെ 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 വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രീൻ ഗിഫ്റ്റ്, അതായത് ഗ്രീൻ റാപ്പറിൽ പൊതിഞ്ഞതോ അല്ലെങ്കിൽ ഗ്രീൻ റിബൺ കെട്ടിയതോ ആയ ഗിഫ്റ്റ് എടുത്ത് ഈ 20 സെക്കൻഡ്സിനകത്ത് പുറത്ത് കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ചെയ്യൂ. Baton. Easy. Come on. Simple ആണ്. First right, second, third, fourth, fifth, sixth, seventh, eighth, ninth, tenth. Easy. 14, Come on. 15, 16. Come on. Last one എടുത്തോ? Come on. Last one. Last Yes. one. Come on. Green. Come on. Woo. ആ വാതിൽ അടഞ്ഞപ്പോൾ 1.5 ആൾ പോലും ഇറങ്ങി പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളിന്റെ ശബ്ദമാണ് കേൾപ്പിച്ചു തരാൻ പോകുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് പറയണം. സിനിമയിലുള്ള ആർക്കും മനസ്സിലാവും ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന്. അപ്പോൾ ഓഡിയോ മാവേലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോടാ? അപ്പം അടി തെറ്റിയതാ. അതിനി മോള് പറയട്ടെ. ഒരുപാട് വിവരമുണ്ടെ പറയട്ടെ. ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണ്? ഇന്നസെന്റ് എന്നാണ്. ഇതിനാണോ ഇത്ര ആവേശത്തോടെ അടിച്ചത്? ഇന്നസെന്റ് ആയ ഒരു ശബ്ദമാണ് അതെന്നാണ് പറഞ്ഞത്. ആ ശബ്ദം അത്ര ഇന്നസെന്റ് അല്ല. അല്ല. ഇത് ലോകത്തിൽ ആര് ഈ ശബ്ദത്തിന്റെ ഉടമ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞാലും സാക്ഷാൽ ഇന്നസെന്റ് ആയിട്ട് ഇത് പറയും. ആക്ച്വലി മിമിക്രിയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ആക്ച്വലി പുള്ളിയുടെ ശബ്ദമല്ല അത്. ഞാൻ നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. ഇത് ദിലീപിന്റെ ശബ്ദമാണ്. ദേ മാവേലി കൊമ്പത്ത് എന്ന കാസറ്റിലെ അത് ഇന്നസെന്റിനെ അനുകരിച്ചിരിക്കുക. ദിലീപ് ഇന്നസെന്റിന്റെ ശബ്ദത്തെ അനുകരിച്ചിരിക്കുക. മാളവിക അതൊരിക്കലും വിചാരിച്ചില്ല. കാരണം എനിക്ക് അവസരം തന്നില്ല. അല്ലേ, ഞാന് 3-4 തവണ രജിത്തിന്റെ ആ ചെറുപ്പത്തിന്റെ ത്രസിപ്പായിരിക്കും ബസറിലിങ്ങനെ കൈ അങ്ങ് വെച്ചിരിക്കുക. പിന്നെ പൊങ്ങുന്നില്ല കൈ അവിടെ. കാരണം അപ്പൊ ഫസ്റ്റ് കേട്ടപ്പോഴേ മനസ്സിലായത് മാവേലി കൊമ്പത്താണ്. അല്ല, രജിത്ത് ആയാലും ഇന്നസെന്റ് എന്നല്ലേ പറയാൻ പോകും. അല്ല, ദിലീപ് എന്ന് പറഞ്ഞു. കാരണം മാവേലി കൊമ്പത്താണ് ഉറപ്പായിരുന്നു ഫസ്റ്റ് കേട്ടപ്പോഴേ. കാരണം ഇതിൽ സിനിമ ഡയലോഗ് അല്ല അത്. 3 പേര് അല്ലല്ല, സത്യമായിട്ടും ഞാനാണ് ഫസ്റ്റ് തന്നെ അമർത്തി. അന്ന് കഴിച്ച പാറ്റയാണ് സത്യം. പാറ്റയാണ് സത്യം, ഞാനാണ് സത്യം. നമുക്ക് ഈ റൗണ്ട് അവസാനിക്കുന്നു. മോള് വിഷമിക്കേണ്ട. അടുത്ത റൗണ്ടിൽ ഇതിലും രസകരമായ കാര്യം മാത്രമല്ല, അടുത്ത റൗണ്ടിലുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഒരാൾക്ക് അറിയത്തില്ലെങ്കിൽ ഊഴം അടുത്ത ആളിലേക്ക് പോകും. നിലവറ ഒഴിപ്പിക്കാനുള്ള മഹായജ്ഞം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരു ഇടവേള ഇടാൻ സമയമായി. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഒരു സ്മാർട്ട് ക്വസ്റ്റ്യൻ. 100-ലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, അത് വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വളർത്തു മൃഗത്തിന്റെ പേര്. മിമിക്രിക്കാരല്ല. നിങ്ങൾ ഈ ചോദ്യം ഉത്തരം പറയാൻ പറ്റുമെന്ന് ആലോചിക്കുക. പറയാൻ പറ്റില്ലെങ്കിൽ ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തന്നെ പറയും ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേ സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. നിങ്ങളോട് ഞാനൊരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അതിൻ്റെ മറുപടി നിങ്ങൾ ആലോചിച്ച് കാണും. പക്ഷെ കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി. 100-ലധികം വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വളർത്തു മൃഗത്തിന്റെ പേര്, ഒരു ജീവിയുടെ പേര്. മിമിക്രിക്കാരല്ല, അത് പൂച്ചയാ. പൂച്ച, വെറും പൂച്ച. അടുത്ത റൗണ്ട് ഫൺ റൗണ്ട്. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം ലോജിക്കലായിരിക്കും. എന്നാൽ ചിലപ്പോൾ ചില കുസൃതികൾ അതിന്റെ ചോദ്യത്തിൽ ഒളിപ്പിച്ച് വെച്ചേക്കും. അപ്പൊ നമ്മൾ വളരെ വ്യക്തമായി കേൾക്കണം, എന്നാലേ ശക്തമായിട്ട് റിപ്ലൈ പറയാം. ഇതിന് ഓപ്ഷൻ ഇല്ല. ഇതിന് ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് പക്ഷേ ഇതൊരു ഒരു ലേശം ഫലിതോക്തി അതിനകത്തുണ്ടാകും. അതോടൊപ്പം തന്നെ എന്നാൽ അത് ലോജിക്കലായിരിക്കും. അപ്പം ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റുന്ന റൗണ്ടാണ് ഫൺ റൗണ്ട്. ഫൺ റൗണ്ട് ആ കാര്യത്തിൽ സ്മാർട്ട് ഷോയിൽ റെക്കോർഡ് ഇട്ടിരിക്കുക. ആദ്യത്തെ ചോദ്യം, പുരുഷനാണോ സ്ത്രീക്കാണോ കൂടുതൽ വാരിയെല്ലുകൾ ഉള്ളത്? അതാണ് ആദ്യത്തെ ചോദ്യം. പുരുഷനാണോ സ്ത്രീക്കാണോ കൂടുതൽ വാരിയെല്ലുകൾ? ആർക്കാ കൂടുതൽ, പുരുഷനാണോ സ്ത്രീക്കാണോ?
ആലോചിച്ച് പറയണം. സെയിം. ഏ? പുരുഷനാണോ Same. സ്ത്രീക്കാണോ കൂടുതൽ വരികൾ? സെയിം രണ്ടുപേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ ഈ ആദാമിന്റെ കാര്യം ആളുകൾ പറയുന്നത് വെറുതെയാണോ? അല്ല, ആദാമിന്റെ മാളവികയ്ക്ക് ഭാര്യയിൽ എന്തോ ഒരു എടുത്തിട്ടാണല്ലോ ബുദ്ധി സ്ത്രീക്ക് അല്ലേ? ഉണ്ടാക്കിയത്. ആദാമിന്റെ ഭാര്യയിൽ എടുത്തിട്ടാണല്ലോ സ്ത്രീക്ക് ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ രണ്ടും അപ്പൊ പുരുഷന് വാരിയിൽ കുറയില്ലെന്ന് ചോദിക്കാം. ഉരിയെടുത്ത് മറ്റേ സ്ത്രീയെ സൃഷ്ടിച്ച ഇല്ല, അപ്പുറത്ത് വീണ്ടും ഒരു കുട്ടി പിന്നെ അങ്ങനെ പിന്നെ ശരിയായിക്കോളും. ഉത്തരത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. പുരുഷനും സ്ത്രീക്കും തുല്യമായ വാരിയല്ലുകളാണ് എന്നുള്ള ഉത്തരത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് മറ്റു ഉത്തരം തേടി പോകേണ്ട കാര്യമില്ല. അല്ല, അത് അറിയില്ല. വണ്ടി എന്തായാലും പുറത്ത് ഞങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്, പ്രശ്നമില്ല. അതായത് ഈ പ്രോഗ്രാമിന്റെ നടുവിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞയക്കാൻ എനിക്ക് തീരെ മനസ്സ് വരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റായതുകൊണ്ട് എനിക്ക് മറ്റൊരു വഴിയുമില്ല. അപ്പൊ ഈ മത്സരം ഇത്രയും തുടക്കത്തിലെ തന്നെ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അതായത് പുരുഷനും സ്ത്രീക്കും വാരിയല്ലുകൾ തുല്യമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. രജിത് മേനോൻ, താങ്കളൊരു MBA കാരൻ തന്നെയാണ്. ഇതിനകത്തൊരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വന്നു. ഈക്വൽ അഡ്മിനിസ്ട്രേഷൻ ആണ് രണ്ടുപേർക്ക്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡ്. വരൂ മിഥുൻ, 30 സെക്കൻഡ് കൊണ്ട് താങ്കൾക്ക് ചില മാജിക്കൽ ഇവിടെ കാണിക്കാൻ പറ്റും. പക്ഷേ ആ 30 സെക്കൻഡിനുള്ളിൽ ബി കെയർഫുൾ. സഹോദരിക്ക് എന്തോ പറയാൻ? നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് വാക്യൂം ക്ലീനർ. ഇത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 30 സെക്കൻഡ്സ് ആണ്. വിത്തിൻ 30 സെക്കൻഡ്സ് ഇവിടെ ഒരു ചെറിയ ടാസ്ക് ചെയ്യണം. അതെന്തെന്നാൽ ഇവിടെ നല്ലൊരു ടോർച്ച് ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടാൽ പുട്ടൂട്ടിയോ ഒക്കെ പോലെ ഇരിക്കും, എന്നാൽ ഇതല്ല, ടോർച്ചാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിയാക്കണം. അതും ഇവിടെ നിന്ന് നേരെ നിന്ന് ശരിയാക്കൊന്നും പറ്റത്തില്ല. ഇത് കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് അല്ല, ബിഹൈൻഡ് ദ വാൾ നിന്ന് ചെയ്യേണ്ട ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടാസ്കിന്റെ പേര് ബിഹൈൻഡ് ദ വാൾ എന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ 2 ഹോൾസ് ഉണ്ട്. അതിനകത്തൂടെ കൈയിട്ട് ഈ ടോർച്ച് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ശരിക്കുമുള്ള ഇതിന്റെ ഒരു ടോർച്ചാക്കി മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും താങ്കൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കുറച്ചുകൂടി ടഫർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? അല്ല, മിക്കവാറും വീട്ടിൽ സ്വന്തമായിട്ടൊരു ടോർച്ചൊക്കെ ഉള്ള ഒരാളല്ലേ? അതെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Okay, now your time start. Yeah. Come on. Pattern. Easy. നോക്കല്ലേ? Take your own time. Easy. ഈസി ടാസ്ക് ആണ്. പതുക്കെ മതി. Come on. ഇത് ബാറ്ററി. ബാറ്ററി 2 ബാറ്ററി. Come on. 2 ബാറ്ററി. ഇതായിരിക്കും. ഒരു പാട്ടും കൂടെ കഴിഞ്ഞാൽ നല്ലോണം ക്ലോസ് ചെയ്യണം. നല്ലോണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗിഫ്റ്റ് എടുക്കാവുള്ളൂ. Very nice. Come on. Super. അവിടെ വന്നത് തിരിഞ്ഞൊന്ന് കറങ്ങിയത് അതെ, ഞങ്ങൾ ഒന്നും കൂടി ചെറിയൊരു ആക്രാന്തം. അല്ല, ഇനി എടുക്കാമോ ചോദിക്കാൻ പോയത്. അതെ. പൊന്നെ, ഞാൻ വിചാരിച്ചപ്പോ നിലവറ നിൽക്കുന്ന മോളെ കൂടെ എടുത്ത് വെളി കൊണ്ടുപോയി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ഈ പാറ്റയ്ക്ക് നല്ല ടേസ്റ്റ് ആണോ? ഇല്ല, ആക്ച്വലി സ്പീക്കിംഗ് പാറ്റയ്ക്ക് ടേസ്റ്റ് ഇല്ല. പക്ഷേ എന്താ കഴിച്ച ആളിന് വണ്ട് നല്ല ടേസ്റ്റ് ആണ്. അത് കഴിച്ചിട്ടുണ്ടോ? വണ്ട് കഴിച്ചു. പിന്നെ മുതല കഴിച്ചു. ക്രോക്കോഡൈൽ ബാർബിക്യൂ. അതൊക്കെ പറ, അകത്താവാൻ ഇത് മതി. ഇല്ല, അവിടെ ലീഗലാണ് സർ, അവിടെ പ്രശ്നമില്ല. ഇല്ല, അവർക്ക് കഴിച്ചത് വിദേശത്ത് വെച്ചാണ്. ഏത് തായ്ലാൻഡിൽ രാജ്യത്തെ? തായ്ലാൻഡിലെ സ്റ്റാർ ചാലഞ്ചിന് വേണ്ടി പോയപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്. ടാസ്ക് കഴിച്ചത് അല്ലേ? അതെ. ജീവിതത്തിൽ മുതല പിടിക്കാതെ പോട്ടെ. അതെ. രണ്ടാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരാളൊരു ബോട്ടിന്റെ വക്കിൽ തൂങ്ങുന്നു. പുഴയിലെ വെള്ളത്തിൽ നിന്ന് 1 അടി മാത്രം ഉയരത്തിലാണ് അയാളുടെ കാലുകളിപ്പോൾ. പുഴയിലെ ജലനിരപ്പ് ഓരോ 1 മണിക്കൂറിലും 2 അടി വീതം ഉയർന്നുകൊണ്ടിരിക്കുക. അയാളുടെ കാൽ വെള്ളത്തിലാവാൻ എത്ര സമയമെടുക്കും? ഒരു ഫൺ ക്വസ്റ്റ്യൻ. എന്തായാലും മാത്സ് ആയിരിക്കില്ല. ഇതിനപ്പുറത്ത് വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതാണ് ഞാൻ ഇത് മാത്സ് വെച്ച് ഗുണിച്ചറിയേണ്ടതല്ല. അറിയേണ്ടതല്ല. ഒരു ക്ലൂ പറഞ്ഞ ബസർ പ്രസ് ചെയ്തു. പറ മോളെ. ഓരോന്നാ ടൈമിൽ തന്നെ ആളുടെ കാല് മുട്ടിയിരിക്കും, വെള്ളത്തിലായിട്ടുണ്ടാവും. അല്ല, ബോട്ടിലല്ലേ അയാൾ തൂങ്ങിക്കിടക്കുന്നത്? ബോട്ടിൽ തൂങ്ങിക്കിടക്കുന്ന ആളാണ്. ബോട്ടിനുള്ളിലാണ് ആള് തൂങ്ങി കിടക്കുന്നത്. ബോട്ടിൽ പുറത്താ തൂങ്ങിക്കിടക്കുന്നത്. ബോട്ടിൽ പുറത്താ തൂങ്ങിക്കിടക്കുന്നത്. ഇനി എനിക്കൊന്ന് ആ ഊഴം രജിത്തിന് കൊടുക്കാൻ തോന്നുന്നു അല്ലേ? രജിത്ത് ധൈര്യമായിട്ട് നേരിട്ടുള്ളൂ. വെള്ളം ഉയരാണ്.
അതെ. അപ്പൊ നാച്ചുറലി ബോട്ടും അതിന്റെ ഒപ്പം പോവും മോളിക്ക്. അപ്പൊ അയാള് തട്ടില്ല എന്നാണ് ഉത്തരം ഏകദേശം ശരിയായി വരുന്നുണ്ട്. അല്ല, ഞാൻ എന്റെ ആൻസർ ആയിരുന്നു ഇത്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അതായത് അയാള് പുഴയിലെ ജലനിരപ്പ് ഉയരുമ്പോ ബോട്ടും പൊങ്ങിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ അയാള് ബോട്ടിൽ തൂങ്ങിക്കിടക്കല്ലേ. ഓ, സമാധാനം. ഞാൻ ആക്ച്വലി സർ വെള്ളത്തിൽ വീഴാതെ കാല് നനയാൻ സാധ്യതയില്ലല്ലോ. അതെ, ഞാൻ ആക്ച്വലി സാറ് നേരത്തെ പറഞ്ഞപ്പോ ആദ്യം അതല്ലേ മിഥുൻ ശരിക്കും രണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബോട്ടിന്റെ വക്കത്ത് തൂങ്ങി കടന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നിന്ന് തൂങ്ങി കടന്നിട്ട് ഒരടി നിന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ എങ്ങനെയാണെങ്കിലും കാര്യം പറ്റില്ല. പക്ഷെ മിഥുനത് കാര്യം ആദ്യം തന്നെ കത്തി. അല്ല, ഞാൻ അതാണ്. പക്ഷെ എനിക്ക് ഇതിൽ പിന്നെ ഇപ്പോഴും ഞങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സിലബസിലായിരുന്നു ബിടെക്കിൽ. ഇദ്ദേഹത്തിന്റെ സിലബസിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ സിലബസിൽ വേറെ 3 ചോദ്യം ഉണ്ട്. അത് പുറത്ത് പറയാൻ പറ്റില്ല. അത് അപ്പൊ എന്തായാലും കിട്ടിയല്ലോ. എന്തായാലും മിഥുനൊരു അപാര ബുദ്ധിമാനാകട്ടോ. അതെ, തീർച്ചയായും. വെളിയിൽ ഈ തല കാണിക്കണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 30 സെക്കൻഡ് താങ്കൾക്ക് ലഭിക്കും. താങ്കൾ തന്നെയാണ് അവിടെ പോയിട്ട് ഫലം അനുഭവിക്കാൻ പോകുന്നത്. ആ 30 സെക്കൻഡിനുള്ളിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പം നോക്കട്ടെ, അർദ്ധന പറയും. 30 സെക്കൻഡ്സ് ടൈമുള്ള ഈ ടാസ്ക് ആണ് ബോൾ ഇൻസൈഡ് ദ ബാസ്കറ്റ്. ഇവിടെ 5 ബോൾസ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ബോളെങ്കിലും എറിഞ്ഞ് ആ ബാസ്കറ്റിൽ വീഴ്ത്തണം. അതും അവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്, അവിടെ നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി അമ്മയ്ക്ക് ഒരു കിഡിലൻ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു സാധനം കിട്ടുന്നതായിരിക്കും. അതാണ് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു മിക്സർ ഗ്രൈൻഡർ. ഓക്കേ, താങ്കളുടെ സമയമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Now your time start. Yeah. Come on. Easy. At button. Easy. Come on. ഒരിടം മതി. 5 ട്രൈ ഉണ്ട്. അതിൽ നിന്ന് ഒരിടമെങ്കിലും വീഴ്ത്തിയാൽ മതി. അഡ്രസ് മിസ്സായിരുന്നു. ഇനി ട്രൈ ചെയ്താൽ കിട്ടും, ഉറപ്പാണ്. ഡോറ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നമിച്ചിരിക്കുന്നു കേട്ടോ. എന്നെ കെട്ടിപ്പിടിക്കണ്ട, ചങ്കിടിപ്പ് കേൾക്കും. ഓക്കെ, നിങ്ങളൊക്കെ റെഡിയാണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക്? യെസ്. 1 റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. മിഥുൻ കൈ കഴിച്ചു കാണുമല്ലോ ഇപ്പോ, അല്ലേ? അഭിജയ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ അടുത്ത് നിൽക്കുന്ന ആൾ അത്ര സുഖകരമായ ആളല്ല, അത് കുറച്ച് അപകടകാരിയാണ്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇത് 1 റൗണ്ടിലെ ചോദ്യമാണ്. ഇത് ലോജിക് ഉണ്ട്, കുസൃതി ചോദ്യമല്ല. എന്നാൽ ചെറിയൊരു എവിടൊക്കെയോ ചില തട്ടും തലോടലും ഒക്കെ കാണുമത്രേ ഉള്ളൂ. ഒരു ഓട്ട മത്സരത്തിൽ നിങ്ങൾ ഓടി 2ാം സ്ഥാനക്കാരനെ പിന്തള്ളിയാൽ നിങ്ങളുടെ സ്ഥാനം എത്രയായിരിക്കും? ഒരു ഓട്ട മത്സരത്തിൽ നിങ്ങൾ ഓടി 2ാം സ്ഥാനക്കാരനെ പിന്തള്ളിയാൽ നിങ്ങളുടെ സ്ഥാനം എത്രയായിരിക്കും? ഇങ്ങോട്ട് നോക്കൂ. 2ാം സ്ഥാനം. 2ാം സ്ഥാനക്കാരനെ പിന്തള്ളിയാൽ നിങ്ങൾ ഏത് സ്ഥാനത്തെത്തും ആലോചിച്ച് പറയേണ്ടതാണ്. പിന്തള്ളാന്ന് പറയുമ്പോൾ സപ്പോർട്ട് എന്നുള്ളതാണല്ലോ. അപ്പൊ പിന്തള്ളുമ്പോ അയാൾ ഫസ്റ്റ് ആവും, അയാൾ ഫസ്റ്റ് ആവും, ഇയാള് സെക്കൻഡ് ആവും. ആര് പിന്തള്ളുന്ന ആളോ? അപ്പൊ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ 2ാം സ്ഥാനം. ബി സ്പെസിഫിക്. 2ാം സ്ഥാനമാകും. 2ാം സ്ഥാനമാകും. രജിത്തിന്റെ ഉത്തരം നിങ്ങളുടെ സ്ഥാനം 2ാം സ്ഥാനമാകുമെന്നാണ് രജിത്ത് പറഞ്ഞിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി, അതായത് മലയാളിയുടെ ഭാഷ പറഞ്ഞ നിർഭാഗ്യവശാൽ രജിത് മേനോൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അപ്പോൾ നിങ്ങൾ 2ാം സ്ഥാനക്കാരനെ പിന്തള്ളിയത് നിങ്ങൾ 2ാം സ്ഥാനത്തെത്തും. 1ാം സ്ഥാനക്കാരൻ അപ്പോഴും മുന്നിലുണ്ടാവുമല്ലോ. മറ്റേയാള് 3ാം സ്ഥാനത്തെത്തി. അപ്പൊ എന്തായാലും രജിത്ത് ശരി ഉത്തരം പറഞ്ഞു. വീണ്ടും മിഥുന് ജോലിയായി. മിഥുൻ, വരൂ. എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഒരുപാട് മുടിയായിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്ന ചലച്ചിത്ര താരം മാളവിയ നമ്മോടൊപ്പം ഉണ്ട്. അയാളോടും കരുണ കാണിക്കണം. കുറച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലും കൊടുത്തേക്കണം. ഷെയർ ചെയ്യാം. 30 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് എയർ ആരോ. ഇത് എല്ലാവർക്കും അത്ര പരിചിതമല്ലാത്ത ഒരു സംഭവമാണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇവിടെ 3 കുഞ്ഞു സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞു സംഭവങ്ങളാണ്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ പോയിന്റഡ് പാർട്ട് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ഫ്രണ്ടിൽ കൂടെ ഇത് അകത്തോട്ട് വെക്കണം. അകത്തോട്ട് കയറ്റിയിട്ട് ഇവിടെ കൂടെ ഇത് ഊതി വിടണം ആ വൈറ്റ് സ്പോട്ടിൽ നിന്നിട്ട്. ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് ഇതിങ്ങനെ ഊതി വിടുമ്പോഴത്തേക്കും ഇവിടെ കണ്ടു ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇതില് ഈ ബ്ലൂ പാർട്ടിനകത്ത് കൊള്ളണം. അതായത് ബ്ലൂ പാർട്ടിലോ റെഡ് പാർട്ടിലോ യെല്ലോ പാർട്ടിലോ കൊള്ളണം. ഒരെണ്ണം കൊള്ളിച്ചാൽ മതി. 3 ചാൻസ് ഉണ്ട്, അതിൽ നിന്ന് 1 മാത്രം കൊള്ളിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗ്രൈൻഡർ സ്വന്തമാക്കാൻ.
ആമസോണിലൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവമാണ്. ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന അല്ലേ? ഓക്കെ, Come on, come on. ഗ്രേറ്റ് All the best. ഗ്രേറ്റ്. താങ്കളുടെ ജ്ഞാനം ഞാൻ All the best, all the best. Come on. Okay, now your time start. Come on. All the best, all the best. Yeah, ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. Come on, come on. ഒരെണ്ണം മതി, മൂന്നെണ്ണമുണ്ട്, 30 seconds ഉണ്ട്. Aim ചെയ്ത് Yeah. ശ്രദ്ധിച്ച്. അയ്യോ, ജസ്റ്റ് മിസ്സാണ്. ആ ബ്ലൂവിന് അകത്ത് കൊള്ളിക്കണം. പറ്റും പറ്റും, നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച പറ്റും. Yes, take it, take it, go. എന്റെ gift ഒക്കെ കൊണ്ടുപോ, എല്ലാം പോയി. ഇതുപോലൊരു 4 എണ്ണം വന്നാൽ ഞാൻ ഈ പണി നിർത്തി പോകേണ്ടി. താങ്ക് യു. മോളെ ഇങ്ങോട്ട് വന്ന് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുമ്പോൾ മാളവിക നായർ എന്ന് പറയുന്ന നടി എന്താ ഉദ്ദേശിച്ചിരുന്നത്? കുറെ സാധനങ്ങളുമായിട്ട് വീട്ടിൽ പോകണം. എനിക്ക് അങ്ങനത്തെ അത്യാഗ്രഹങ്ങളൊന്നും അയക്കാനല്ലേ? വീട്ടിന്റെ മുറിയിൽ സ്ഥലമില്ലേ ഇനി സാധനങ്ങളൊക്കെ വയ്ക്കാൻ? അതൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനത്തെ അത്യാഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാഗ്രഹമൊന്നുമില്ല. ആഗ്രഹങ്ങളുണ്ടോ? ആഗ്രഹം മോള് മനസ്സിൽ എല്ലാവർക്കും ഉണ്ട്. സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരമാണ്. തീർച്ചയായിട്ടും നല്ലൊരു നടിയാവാനാണ്. നല്ലൊരു നടിയാവണം. അത് ദേശീയ പ്രശസ്തി വേണോ അന്തർദേശീയ പ്രശസ്തി വേണോ? രണ്ടും ഇപ്പൊ തീരുമാനിക്കും. ഇവിടെ തീരുമാനിക്കും രണ്ടും. അങ്ങനല്ല, പ്രേക്ഷകർ അംഗീകരിക്കുക. അവർ പ്രേക്ഷകർ ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ, അവരല്ലേ ഇത് അംഗീകരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ് പ്രേക്ഷകരെ ഈ മോളെ ഒന്ന് ദേശീയ പ്രശസ്തി ആക്കണം എന്ന് പറഞ്ഞാൽ അവര് വെറുതെ ഇരിക്കുമോ? അവർ പിടിച്ചോടെ പ്രശസ്തി ആക്കത്തില്ല അല്ലേ? അവർ വളരെ ഈ പ്രേക്ഷകർക്ക് ഇപ്പം മനസ്സിലായല്ലേ ഈ കുട്ടിയുടെ. മാത്രമല്ല, സ്മാർട്ട് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ മാളവിക നായരെ ഒരു നല്ല നിലയിൽ എത്തിക്കണം. ഏത് നിലയാണെന്ന് എന്നോട് ചോദിക്കും. ഇവിടെ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും, അതിനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. പക്ഷെ ഒരു ഇടവേളയ്ക്ക് സമയമായി. ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? മനുഷ്യന്റെ കയ്യിലെ വിരൽ നഖമാണോ കാലിലെ വിരൽ നഖമാണോ കൂടുതൽ വളരുന്നത്, അതായത് വേഗത്തിൽ വളരുന്നത്? ഒന്നുകൂടി പറയാം, മനുഷ്യന്റെ കൈവിരലിലെ നഖമാണോ കാലിലെ നഖമാണോ കൂടുതൽ വേഗത്തിൽ വളരുന്നത്? നിങ്ങൾ ഇടവേളക്കിടയിൽ ഈ കാര്യം ആലോചിക്കുക. ഇല്ലെങ്കിൽ തിരിച്ചു വരൂ, ഇടവേള കഴിഞ്ഞ് സ്മാർട്ട് ക്വസ്റ്റ്യൻ മറുപടി പറയും. ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലെ സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, സ്മാർട്ട് ക്വസ്റ്റ്യൻ. ഒരു സംശയം വേണ്ട, കയ്യിലെ വിരൽ നഖങ്ങളാണ് കാലിലെ വിരൽ നഖങ്ങളെക്കാൾ ഇരട്ടി വേഗത്തിൽ വളരുന്നത്. ഇനി ഓർത്തോളൂ, കൈവിരലിലെ നഖങ്ങളാണ് കൂടുതൽ വളരുന്നത്. അടുത്തത് ജ്ഞാനം റൗണ്ട്. നിങ്ങളുടെ പൊതുവിജ്ഞാനത്തിന്റെ വായ്ത്തല ലേശം പരിശോധിക്കും ഈ റൗണ്ടിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ അംബാസിഡർ, നിങ്ങളുടെ കൂട്ടാളി, നിങ്ങളുടെ സഹായിയുടെ സഹായം തേടാം. വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ചർച്ച ചെയ്യാം, വേണേൽ അങ്ങോട്ട് പോയി ചർച്ച ചെയ്യാം, വേണേൽ കൂടെ നിന്ന് ചർച്ച ചെയ്യാം. പക്ഷേ രണ്ടുപേർക്ക് ഒരേ ഉത്തരമാകാൻ പാടുള്ളൂ. ഉത്തരം പറയുന്നതിന് മുമ്പായിരിക്കണം ചർച്ച. ചർച്ച കഴിഞ്ഞിട്ട്, കാരണം ഇതിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രണ്ട് ഉത്തരം പറയാൻ ഉള്ള സാധ്യതയില്ല, ഒരു ഉത്തരമേ പറയാവൂ. ചർച്ച പറയുന്നതിന് മുമ്പായിരിക്കണം. ബസറിൽ അമർത്തി തന്നെ വേണം പറയാൻ, ഓപ്ഷൻ കഴിഞ്ഞിട്ട് വേണം. നമ്മളപ്പോൾ ബി സ്മാർട്ട് മോളെ. നമ്മൾ എല്ലാവരും സ്മാർട്ട് ആയിക്കോളൂ. ജ്ഞാനം റൗണ്ട്, ജ്ഞാനപീഠം കയറാനുള്ള സാധ്യത നമുക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പരീക്ഷണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജ്ഞാനം റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കള്ള് പുളിക്കുമ്പോൾ പതയുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ മീഥേൻ, ഓപ്ഷൻ ബി ഈഥേൻ, ഓപ്ഷൻ സി ക്ലോറിൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാ മോളെ? ഈഥേൻ ആണോ? ഉറപ്പാണോ? എനിക്ക് ഈ സിലബസിലെ 10ാം ക്ലാസ് പരീക്ഷയ്ക്കാണ് ചോദ്യം. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വന്നില്ല, 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് അത് എഴുതിയോ? ഇതേൻ എഴുതി എന്നാണ് എന്റെ കള്ള് പുളിക്കുമ്പോൾ പതയുന്ന വാതകം ഏത് എന്നാ ചോദ്യം. ഈഥെയിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈഥെയിൻ എന്ന് പറഞ്ഞാൽ ശരിയാവൂ? അതെ. പരീക്ഷയ്ക്ക് എഴുതിയോ അത്? എല്ലാ മദ്യവും ഈഥെയിനാണ്. ഈഥെയിൻ. ചോദ്യം ഒന്നുകൂടെ കേൾക്കണം മോള്. കള്ള് പുളിക്കുമ്പോൾ പതയുന്ന വാതകം ഏതാണെന്നാണ്. ഈഥെയിനാണ്. മാളവിക പറഞ്ഞ ഉത്തരം തെറ്റാണ്. മാളവിക പറഞ്ഞ ഉത്തരം തെറ്റാണ്. എനിക്ക് പറയാം, ഇനി താങ്കൾക്ക് പറയാം. ആലോചിച്ച് പറയാം, ചർച്ച ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. ബിടെക്കുകാരാ?
ഇത് ജ്ഞാനം റൗണ്ട് ഒറിജിനൽ. കള്ള് കുളിക്കുമ്പോൾ ക്ലോറിനല്ല, ക്ലോറിനിൽ എന്തെങ്കിലും ക്ലോറിനല്ല. അപ്പൊ ബാക്ക് ടു പൊസിഷൻ. സന്തോഷം കണ്ടിട്ട് തെറ്റാന്ന് തോന്നുന്നു. അതെ, ബാക്ക് ടു പൊസിഷൻ. ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സംഭവിക്കും. ഞങ്ങൾ എന്തായാലും ഒരു റിസ്ക് എടുക്കാണ്. എന്തായാലും കാർബൺ ഡൈ എന്തോ വരട്ടെ, ഡി തലേന്ന് കൊണ്ടുപോകുന്നു. അത്രേ ഉള്ളൂ. ഡി, കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ഡി എന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ സാറ് ടെൻഷൻ അടിപ്പിക്കും. രജിത് മേനോൻ. ആ, ഓക്കെ, ഞാനും വരണോ? സ്ലോ മോഷനിൽ ഇടൂ. ഇത് സ്ലോ മോഷനിൽ മനസ്സിലായി സാർ. സ്ലോ മോഷൻ. തൃശ്ശൂർക്ക് വണ്ടി റെഡിയാണ്, പോവാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പോയല്ലേ? കറക്റ്റാ. അല്ല, അതെ. താങ്കള് ഇങ്ങനൊരു ഉത്തരം പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കറക്റ്റാ. താങ്കൾ എന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാ. ആ, അയ്യോ, പതയുന്ന വാതകം എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്തായാലും താങ്കളത് പറഞ്ഞു. താങ്കളത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മാളവിക സുന്ദരിയും കൂടെ ഇപ്പൊ പുറത്തു പോയ. അത് പറയാൻ ഞാൻ ഒരു സംശയം തോന്നിയെന്താ 40 സെക്കൻഡ്. അവിടെ കുപ്പി കിടന്ന് ആ നിലവറ ശൂന്യമാക്കുമ്പം ആ കുഞ്ഞിനെ വെറുതെ വിട്ടേക്കണം. എനിക്കതേ പറയാൻ. അല്ലെങ്കിൽ എല്ലാം കൂടെ കോരിയെടുക്കാനുള്ള ആക്രാന്തത്തിനിടയിൽ. അപ്പോ നമുക്ക് അർത്ഥന 40 സെക്കൻഡ്സ് ടൈമുള്ള ഈ ടാസ്ക് ആണ് ബ്ലോ ദ ബലൂൺ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് അത് പൊട്ടിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ലുലു കണക്ട് സ്പോൺസർ ചെയ്ത വാട്ടർ ഹീറ്റർ, കണ്ടല്ലോ ഒരു വൈറ്റ് വാട്ടർ ഹീറ്റർ, അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അതിന് ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ സംഭവമാണ്. നമ്മൾ ഊതി വീർപ്പിച്ച് പൊട്ടിക്കല്ല. ഇവിടെ ഒരു പെഡൽ കാണാമല്ലോ, അതിൽ ഇങ്ങനെ ആഞ്ഞ ചവിട്ടുമ്പോൾ ഈ ബലൂൺ വീർക്കും. അങ്ങനെ ബലൂൺ വീർത്ത് ഇവിടം വരെ എത്തുമ്പോൾ ഇവിടെ ഒരു സൂചി പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിൽ തട്ടിപ്പൊട്ടും. അതിൽ തട്ടിപ്പൊട്ടിക്കഴിഞ്ഞ് ഈ ഗിഫ്റ്റ് എടുത്ത് പുറത്ത് കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ. മിഥുൻ ചവിട്ടി തള്ളുപോയി. അതെ. Now your time starts. Yeah. no problem. 40 seconds. Enough time. അതിന് മതി 40 40 seconds. seconds. You have time. 40 seconds ആണ്. ആരും ഓടിക്കോ. Come on. Superb. അടിപൊളി. അവിടെ എന്തെങ്കിലും ബാക്കി വെച്ചോ ഇനി? അസൂയ കാരണം എനിക്കും കൂടെ സഹിക്കുന്നില്ല. റെഡി. അസൂയയും കുശുമ്പിനും കുന്നായ്മയ്ക്കും യാതൊരു മരുന്നും നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, സൂക്ഷിച്ച് കേൾക്കണം. ആരുടെ മേധാവിത്വത്തിന്റെ കീഴിലായിരുന്നു, വിദേശ മേധാവിത്വത്തിന്റെ കീഴിലായിരുന്നു മയ്യഴി? ഓപ്ഷൻ എ ബ്രിട്ടീഷ്, ഓപ്ഷൻ ബി പോർച്ചുഗീസ്, ഓപ്ഷൻ സി ഡച്ച്, ഓപ്ഷൻ ഡി ഫ്രഞ്ച്. മയ്യഴി അറിയാമല്ലോ, മയ്യഴി പുഴയുടെ തീരങ്ങളിൽ ഒക്കെ അറിയാമല്ലോ മയ്യഴി. മാഹി എന്നറിയപ്പെടുന്ന മയ്യഴി. മാഹി ഏത് വിദേശ രാജ്യത്തിന്റെ മേധാവിത്വത്തിന്റെ കീഴിലായിരുന്നു? മാളവികയാണോ ചാൻസ്? കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് മാഹി, അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ മദ്യം ഒഴുകുന്ന സ്ഥലം കൂടിയാണ്. അതിന്റെ ഒരു ഇതിലാണ് കാരണം. ആക്ച്വലി എന്താ പറയാ, യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ പൊതുവെ വരുന്നത് പോണ്ടിച്ചേരി ഉൾപ്പെടെ എല്ലാം ഫ്രഞ്ച് അല്ലെങ്കിൽ പോർച്ചുഗീസിന്റെ ഭാഗത്താണ്. അതിന്റെ ഒരു ബേസിസിൽ പോണ്ടിച്ചേരിയുടെ കീഴിൽ തന്നെയാണ് മാഹി. അതെ, അല്ല അത് ഞാൻ പറഞ്ഞ പണ്ടത്തെ. അപ്പൊ ആ യൂണിയൻ ടെറിട്ടറി ആവാനുള്ള കാരണം അത് എന്റെ ഓർമ്മയിൽ, എന്റെ ഒരു വിശ്വാസം. ഏത് വിദേശ ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു? ബി പോർച്ചുഗീസ്. പോർച്ചുഗീസിന്റെ കീഴിലായിരുന്നു. പോർച്ചുഗീസിന്റെ കീഴിലാണോ? പോർച്ചുഗീസിന്റെ കീഴിലാണോ ആണെന്നാണ് വിശ്വാസം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ കൈ തരണം. അപ്പൊ ഇത് പോയി, പ്രാവശ്യം പോയി. എന്നെ ഒന്ന് സ്ലോ മോഷനിലിടൂ. അപ്പൊ മനസ്സിലായി തെറ്റാണ്. അതല്ല, ഞാൻ നല്ല കാര്യം ചെയ്യാം. ഈ നാട്ടിൽ നല്ല കാര്യം ഒന്നും ചെയ്യാൻ പാടില്ല. നല്ല കാര്യം ചെയ്യാനായിട്ട് ഞാൻ വന്നപ്പോ കണ്ടില്ലേ മാളവിക, നല്ല കാര്യം ചെയ്ത് ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നപ്പോൾ രജിത് മേനോൻ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ. എന്നാലും കഷ്ടമായി പോയി. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് സാർ. എനിക്കറിയാം. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. പോർച്ചുഗീസ് ഉത്തരം തെറ്റാണ്. പോർച്ചുഗീസ് എന്നുള്ള ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം. ഇനി ആ ഊഴം സ്വാഭാവികമായിട്ട് മാളവികയ്ക്ക് വരുന്നു. മാളവിക ആലോചിച്ച് പറയണം. ഒരു ഉത്തരം പോയി, പോർച്ചുഗീസ് പോയി. ദൈവത്തിന്റെ വികൃതികൾ സിനിമ കണ്ടിട്ടുണ്ടോ? എം മുകുന്ദന്റെ നോവലിനെ അധികരിച്ചുണ്ടാക്കിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദന്റെ നോവൽ ദൈവത്തിന്റെ വികൃതികൾ, മധുസൂദൻ നായരുടെ അതിനകത്തെ പാട്ട് അല്ലേ? രഘുവരൻ സാറൊക്കെ. അപ്പൊ പോർച്ചുഗീസ് പോയി. ഇനി ബ്രിട്ടീഷ്, ഡച്ച്, ഫ്രഞ്ച്. ഡച്ച്.
സാർ ഇങ്ങനെ നോക്കി പീഡിപ്പിക്കില്ല. ഡച്ചുകാർ ഏത് രാജ്യക്കാരാണ്? നെതർലാൻഡുകാരാണ് ഡച്ചുകാർ. ഹോളണ്ടും നെതർലാൻഡും ഒന്നാണ്. അപ്പോ പോവാ. എല്ലാവരും കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥനയോടെ നിൽക്കൂ. രജിത്ത്, ജനഗണമന പൊസിഷൻ. പ്രാർത്ഥിക്കാനാണോ? ഈ അവസരത്തിൽ മാളവിക പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഫ്രഞ്ച് ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു മയ്യഴി. 1954 ജൂൺ 13 വരെ മയ്യഴി ഫ്രഞ്ച് ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു. ഇപ്പോഴും ഒരുപാട് ഫ്രഞ്ച് പൗരത്വം ഉള്ളവരുണ്ട്. അപ്പോൾ 4 പേരും യാത്രയാവാൻ തയ്യാറെടുക്കും. മിഥുൻ, അവിടെ കിടക്കുന്ന കാർ അവിടെ തന്നെ കിടക്കും. വിഷമമായി, എനിക്കറിയാം, സങ്കടമായി. വരൂ, 4 പേരും വരൂ. അടുത്ത തവണ വരുമ്പോ ഈ കാറിനകത്ത് കയറി വീട്ടിൽ പോകാവൂ. തീരുമാനിച്ചോളൂ. ഇന്ന് തന്നെ 4-5 PSC ഗൈഡ് വാങ്ങിക്കും. ഞാനാണ് വാങ്ങാൻ പോണത്. ഫ്രിഡ്ജോടെ വിട്ടരുത്. നമ്മൾ ഈ പിരിയുന്ന സമയത്ത് ചില നല്ല കാര്യങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചു. ഇപ്പം നായികയാവാൻ തീരുമാനിച്ചല്ലോ. എനിക്ക് വലിയ സന്തോഷമായി. കാരണം എല്ലാ ബാലതാരങ്ങളും നായികമാരായി. നമ്മുടെ മഞ്ജുമി നായികയായി. അപ്പോൾ ഇവരെല്ലാം കൂടെ പങ്കെടുത്ത ഒരു നമ്മൾ തമ്മിൽ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ടോക്ക് ഷോ. ഞാൻ ഈയിടെ അതിൻ്റെ ഒരു ദൃശ്യം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി, അതിനകത്ത് ഇനി നായികയാവാൻ ബാക്കിയുള്ളത് മോള് മാത്രമേ. ബാക്കിയുള്ള പിന്നെ ഒരാൾ ഞാനാ. രജിത്തിന്റെ ഒരു ഐഡിയ എങ്ങനെയാ? ഇനി ഐഡിയ ഒന്നുമില്ല സാർ. നല്ല രീതിയിൽ സ്റ്റാർ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞെന്നല്ല, കഴിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് ചലഞ്ച് ചെയ്യും? ഇല്ല, ചാലഞ്ചിങ് തീർച്ചയായും നമ്മുടെ ലൈഫിനോട് തന്നെയാണ്. കാരണം നല്ല ബെറ്റർ മൂവീസ് അല്ലെങ്കിൽ കീപ് അപ്ഡേറ്റിംഗ് ആൻഡ് കീപ് ഇംപ്രൂവിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. സോ എന്താ പറയുക, കലാപരമായിട്ട് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടന്റഡ് ആവാനോ പറ്റില്ല. വി ഹാവ് ടു കീപ് ഇംപ്രൂവിംഗ് ആൻഡ് കീപ് അപ്ഡേറ്റിംഗ്. സോ അതിന് എന്താ പറയുക, പറ്റണം. ആരാ ഇതിന്റെ സിനിമയിലെ മോഡൽ ഒരുപാട് പേരുണ്ട്. റൈറ്റ് ഫ്രം ബാലേന്ദ്ര മേനോൻ സാർ മുതൽ കമലഹാസൻ സാർ ഉൾപ്പെടെയുള്ള കുറെ, ലാൽ സാർ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാരുണ്ട്. ശ്രീനിവാസൻ സാർ ഉൾപ്പെടെ ഒരു മോഡൽ 10-300 എടുത്ത് വീട്ടിൽ വെച്ചു. ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ രീതിയിലും ഒരു മോഡൽ പറയാം. അതെ, ഈസി ആയിട്ട് പറയുമ്പോൾ ബാലേന്ദ്ര മേനോൻ സാർ അല്ലെങ്കിൽ കമലഹാസൻ സാർ. അതായത് എനിക്ക് ടെക്നിക്കലി ബാലചന്ദ്ര മേനോൻ കമലഹാസനിലേക്ക് ടെക്നിക്കലി കൂടി ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്നിക്കലിയും കൂടി സൗണ്ട് ആയിട്ടുള്ള ഒരാളായി മാറണം. ഒരു ഫിലിം പേഴ്സൺ ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം, മോർ ദാൻ ഓൺലി ബീയിങ് ആൻ ആക്ടർ. അപ്പോൾ താങ്കൾ സിനിമ പിടിച്ചടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക? അടക്കം ഞാൻ സിനിമ അത്രയും ചുരുങ്ങി വരുമെന്ന് കണ്ടറിയാം. അതെ, അടക്കം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഒഴിച്ചു വിടും, അടുത്ത കൊണ്ട് വരിക എന്നാണ് ഉദ്ദേശം. നിങ്ങളൊന്ന് ഇറങ്ങി പോയിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടി. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരംഗം കൂടി കഴിഞ്ഞു. ഈയിടെ സ്മാർട്ട് ഷോയൊക്കെ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാനൊരു ചെറുപ്പക്കാരൻ, ഒരു ടെക്കിയോട് പറഞ്ഞു, ഈ പരിപാടി തുടർച്ചയായിട്ട് കണ്ടാൽ നിനക്ക് കുറച്ച് വിവരം ഉണ്ടാകും എന്ന്. അപ്പോൾ ചോദിച്ചു, ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ PSC പരീക്ഷ എഴുതാൻ പോവുക എന്ന് ചോദിച്ചു. PSC പരീക്ഷ എഴുതാനല്ല, നമ്മൾ ജീവിക്കുന്ന നാട്ടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. അതറിയാൻ ഏറ്റവും പറ്റിയ വഴിയാണ് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇനി അടുത്ത എപ്പിസോഡിൽ സന്ധിക്കും വരെ വണക്കം, ഗുഡ് ബൈ.